ഉറക്കെ പറവളെ. നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് കുളിച്ചു, ചായയെല്ലാം കുടിച്ച്. ഇന്ന് രാത്രി ഞാൻ പേടിച്ചു പോയി. അത് നിങ്ങളുടെ അമ്മ കുറച്ചായിട്ട് പറഞ്ഞായിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പോവാ? ഞാനോട് ഇരിക്കുന്നുണ്ട് വെറുതെ. എൻ്റെ ഗോപിക്ക് തുടങ്ങിയിട്ടില്ല, അപ്പം അമ്മ തുടച്ചിട്ടുണ്ട്. ഗോപി തുടങ്ങണം, പുസ്തകമെല്ലാം ഇങ്ങനെ ആത്തി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് മഴയുണ്ടോ? എൻ്റെ പാട്ടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിക്കോന്ന്? എൻ്റെ പാട്ടെല്ലാം ഇഷ്ടപ്പെട്ടില്ല. ഇന്നലെ ജീവൻ പിന്നെ ജാനസുണ്ട്, ആരോ മരിച്ചിട്ടുണ്ട്. അതിനവിടെ പോകണം. എനക്കും അമ്മക്കും അച്ഛനും കൂടെ പോകണം. നീ വണ്ടിയിലായിരിക്കുന്നതാ? ഞാന് അച്ഛൻ്റെ ഓട്ടോസിലിരിക്കൂ, എവിടെയും പോവില്ല. എനിക്ക് സുഖത്തന്നെ ഇങ്ങനെ ആര് മരിച്ചാലും എനിക്ക് കണ്ടുകൂടാ. അപ്പൊ ഞാൻ വണ്ടി ഇരിക്കും. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് അടിക്കുക. ഇന്നലെ രാത്രി ഒരു എത്ര സമയമായിട്ടാ? ഒരു മണിയേനു. 1 മണിയായിട്ടുണ്ടാവും. ഇവള് നിലവിളിച്ച് എന്തെല്ലാം ചെയ്ത്, എങ്ങനെയാണ് ചെയ്ത്? എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഇവളെന്നെ കൈ കടിച്ച് പിടിച്ച് കഴിഞ്ഞ് കൂക്കിയിടുകയോ എന്തെല്ലോ ചെയ്യുന്ന വെച്ചാൽ അച്ഛൻ ഇപ്പുറത്തെ റൂമിൽ കിടക്കുന്ന. അപ്പോൾ ഓടി വന്ന് എന്താ ബഹളം കെട്ടിട്ട് എനിക്കൊന്നും എഴുന്നേക്കാൻ വരെ ആകുന്നില്ല. ഭയങ്കര കഴിഞ്ഞിട്ട് എന്ത് സ്വപ്നം ഇവൾ കണ്ടെന്നറിയില്ല. എന്തെന്നാന്ന് ചോദിച്ചിട്ട് ഒന്നും അറിഞ്ഞൂടെ. കുറേ സമയത്തേക്കുള്ള ആകെ പേടിച്ച് ഇങ്ങനെ സ്തംഭിച്ച് പോയി. പിന്നെ അച്ഛൻ വന്ന് കുറേ തലോലിക്കുകയെല്ലാം ചെയ്ത് ഉമ്മ കൊടുക്കുകയെല്ലാം ചെയ്ത് അങ്ങനെ എങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞ് മോളെ അരമണിക്കൂറോളെ ഇതാക്കി കഴിഞ്ഞ് തരികയെന്നുള്ളൊന്ന് പിന്നെ റെഡിയായി വന്നേ. എന്താണ് കണ്ടതെന്ന് ഞാനിന്ന് രാവിലെയും ചോദിച്ചു, എന്താ മോളെ എനിക്ക് പറ്റി, എന്താ സംഗതി? അന്നേരം ഒന്നുമില്ല. അന്ന് രാവിലെ ആയര ഞങ്ങൾ അച്ഛനും ചോദിച്ചു, എന്താ ഇനി കണ്ടേ? ഒന്നും അറിയില്ല പോലോ. പിന്നെ ഞങ്ങൾക്ക് മീനെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. മീൻ മുറിക്കണം എനിക്ക്. പിന്നെ ഒക്കെ മീൻ കറിയാണ് ഭയങ്കര ഇഷ്ടം. ഇറച്ചിയോ മുട്ടയോ ഒന്നും കഴിക്കൂല. മുട്ട എന്നോട് ഡോക്ടർ പറഞ്ഞ് ഒക്കെ പ്രോട്ടീൻ കിട്ടണം, അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും ഓളെ ശരീരത്തിൽ എത്തിക്കണം, തിന്നൂല എന്ന് പറഞ്ഞാലോ. അപ്പോൾ ഞാൻ പയറ് വർഗ്ഗങ്ങളോ അങ്ങനെ ക്യാരറ്റോ അങ്ങനത്തെ എന്തെങ്കിലും ഉപ്പേരി വെക്കും, അതിലേക്ക് മുട്ട ചേർക്കും. അങ്ങനെ അവളെ ശരീരത്തിൽ മുട്ടേൻ്റെ എത്തുന്നു. ഇറച്ചി അവൾ തീരെ കഴിക്കുന്നില്ല, തീരെ കഴിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം അടുത്തടുത്ത് പുട്ടിൻ്റെ ഓടി ഇറച്ചി കറി ഒക്കെ ഒരു ഇഷ്ടം വരുന്നുണ്ട്. പക്ഷെ ഇറച്ചി ഇതുവരെ തിന്നിട്ടില്ല. മീനാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ മീനാണെങ്കിൽ ഇങ്ങനെ ചീഞ്ഞ മീൻ, ഇങ്ങനെ അഴുക്കുള്ള അങ്ങനത്തെ മീനൊന്നും ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല. അവർക്ക് വേഗം ഓരോരോ ഇൻഫെക്ഷനാകുന്നു. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ് നല്ല ഫ്രഷ് മീൻ വാങ്ങിക്കൊടുക്കണം. അങ്ങനെ മീൻ കറി തന്നെ അധികം എല്ലാതും വെക്കുക, ഒരു ഉപ്പേരിയും വെക്കും. പിന്നെ പൊരിക്കാൻ ഉണ്ടെങ്കിൽ പൊരിക്കുകയും ചെയ്യും. പിന്നെ അതെല്ലാം അവളെ വിശേഷമുള്ള. ആകെ രാവിലെ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഉച്ചക്ക് ചോറ്, അതിൻ്റെ ഇടയ്ക്ക് കുറേ വെള്ളം കുടിക്കും. ഒരു 1-2 ലിറ്റർ വെള്ളം ഉച്ചയാകുമ്പോഴത്തേക്ക് കുടിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഭക്ഷണവും ഇല്ല. പിന്നെ വൈകുന്നേരം വരെ ഇടയ്ക്കിടയ്ക്ക് വെള്ളമെല്ലാം കുടിച്ചിട്ട് പിന്നെ ഒരു 7:30-8 മണിയാകുമ്പോൾ ഒരു പഴം അല്ലെങ്കിൽ എന്തെങ്കിലും ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഒരു ആപ്പിളെല്ലാം വാങ്ങിയാൽ അത് കഴിക്കും. അതാ ഓളെ ഭക്ഷണം. പക്ഷെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് വയറെല്ലാം. ഞങ്ങൾ നടക്കലുണ്ട്, മഴ ഒന്നും കൂടി ചളിയുണ്ട് പോകുന്ന വഴിക്കെല്ലാം. അതുകൊണ്ട് ഒന്നും കൂടി ഉണങ്ങാൻ വേണ്ടി കാത്തിക്കുന്നതെന്ന് ഞങ്ങൾക്ക് വൈകുന്നേരം നടക്കുക. എനിക്കും നല്ലതാണ് നടക്കുക. എനിക്ക് കിഡ്നീൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അച്ഛന് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്. തൈറോയിഡിനൊരു മുഴയുണ്ട് കഴുത്തിൽ. ഇങ്ങനെ എല്ലാന്ന്. എൻ്റെ മോക്ക് വീടില്ല. ഞങ്ങളിപ്പം അച്ഛൻ്റെ അനുജൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. പിന്നെ അതിലെല്ലാം കുഴപ്പങ്ങൾ ഇങ്ങനെ ഉണ്ട്. മോക്ക് അന്ന് പറയുന്ന അറിഞ്ഞൂടാ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. നമ്മളേതായ കാര്യങ്ങൾ. പിന്നെ അവൾ എല്ലാവരുടെയും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ. ആദ്യം അതൊന്നും ഇല്ലേനു. ആദ്യം അങ്ങനെ എവിടെയും പോകണം എന്നുള്ള ചിന്തയൊന്നും ഇല്ലേനു. ഇപ്പം യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞങ്ങൾ പാർക്കിലും കടപ്പുറം എല്ലാം ചന്ദ്രേട്ടൻ എത്ര ഇതായാലും മോളെയും കൊണ്ട് പോവും. ഞങ്ങൾ അവിടെ പാർക്കിലെല്ലാം ഞങ്ങളും ഓടും ഇരിക്കും. പിന്നെ ഞങ്ങളെ കൂട്ടാൻ വരുമോ ചെയ്യുക.
ഇതെല്ലാമാണ് മോളെ വിശേഷങ്ങൾ. മോള് ജനിക്കുമ്പോൾ തന്നെ കണ്ണ് ആർക്കും ഡോക്ടർമാർക്ക് ആദ്യം മനസ്സിലായിട്ടില്ല. 8 മാസമായവരാണ് പൂർണ്ണമായും അന്ധയായൊരു കുട്ടിയാണിത്. 99% കിട്ടൂല. 1% എന്തെങ്കിലും പ്രതീക്ഷ വേണമെങ്കിൽ അത് മധുര അരവിന്ദ് പോയാൽ മതി എന്ന് വടകരയിൽ നിന്ന് ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ മധുരയിൽ പോയി. മധുരയിൽ നിന്ന് എൻ്റെ കണ്ണ് കൊടുക്കാൻ മോക്കെന്ന് ഞാൻ ഡോക്ടർമാരോട് പറഞ്ഞിട്ട് അവർ ഇവളെ കണ്ണ് പരിശോധിക്കും. ഇവളെ കണ്ണിനല്ല കുഴപ്പം, ഞരമ്പിനാണ്. ഞരമ്പ് പടുത്താന്ന് ശരിക്കും കണ്ടുപിടിച്ച് കണ്ണിലേക്ക് പോകുന്ന ആ ഞരമ്പിൻ്റെ അടുത്ത് വെള്ള കളറാണ് ആ ഞരമ്പിന് എന്നാണ് പറയുന്നത്. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. പിന്നെ ഓപ്പറേഷൻ 2 കണ്ണിനും ചെയ്തതാണ്. 1 വയസ്സിൽ തന്നെ ചെയ്തിന് എല്ലാം ചെയ്തിട്ടിപ്പം പക്ഷേങ്കിൽ കളറെല്ലാം കാണുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളോട് ചെറുങ്ങനെ ഒരു സൈഡിൽ കൂടി കാണുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഡോക്ടറോടുത്ത് ഇപ്പോൾ ശങ്കർ ഐ കെയറിലൊരു 2 വർഷം മുമ്പേ ഞങ്ങൾ കൊണ്ടുപോയിന്. അതെൻ്റെ ഗ്രൂപ്പിലുള്ളവരെല്ലാം കൂടി സഹായിച്ചിട്ടാണ് മോളെ കൊണ്ടുപോയത്. പിന്നെ ഞങ്ങളിങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അവരും ഒരു പൈസ നമുക്ക് ചികിത്സക്കുള്ള വേണ്ടിയിട്ടുള്ള പൈസ കൊണ്ടുത്തന്ന്. നമ്മളാരും പ്രതീക്ഷിച്ചില്ല. അത് ഭയങ്കര കാര്യമായിക്കത്. ഇവളെ ചേർത്ത് പിടിക്കൽ എന്നെ അവർ നല്ലോണം ഇവളെ കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ പോയപ്പോൾ പിന്നെ ഇവക്ക് 100% കുട്ടി അന്ധ തന്നെയാണെന്നാണ് ഡോക്ടർ പറഞ്ഞപ്പോൾ നമ്മൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ ഡോക്ടറും കാണിച്ച പെന്നിനെ കാണിക്കും, പെന്നാണ്, ഫോണാണ് എല്ലാം അവൾ പറയുന്നുണ്ട്. പക്ഷേ ഡോക്ടർ പറയുന്നത് എന്തോ ദൈവത്തിൻ്റെ ഒരു കഴിവുണ്ട് കുട്ടിക്ക്, അതുകൊണ്ടാണ് കാണുന്നത്. ഞാൻ പഠിച്ചതിൽ അവൾ ശരിക്കും അന്ധയായ ഒരു കുട്ടിയാണ്. അവിടുന്ന് MRI എല്ലാം എടുത്ത്, പുറത്തുനിന്നാണ് MRI എല്ലാം എടുക്കേണ്ടത്, അവിടെ നിന്നെല്ലാം എടുത്ത് എന്നിട്ട് അങ്ങനെ പറഞ്ഞു. ഇനിയിപ്പോൾ എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ ഒന്നും കൂടി മധുരയിൽ പോകണം. മധുരയിൽ ഞരമ്പിൻ്റെ ഒരു സ്പെഷ്യൽ ചികിത്സ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പോകാൻ നമ്മൾ വിചാരിച്ചത്രയൊന്നും പോരാ. അങ്ങനെ ഇവളെയും കൊണ്ട് പെട്ടെന്ന് ഓടിപ്പോയി വരാനൊന്നും പറ്റൂല. കുറച്ച് അവിടെ നിന്ന് എന്നിട്ടെല്ലാം വരാൻ പറ്റും. പുറത്ത് റൂമെടുത്ത് നിൽക്കുകയെല്ലാം വേണം. എന്നാൽ ശരി ഓളാ പറ. എന്നാൽ ശരി, ഓക്കെ. സബ്സ്ക്രൈബ് ചെയ്യുക.